ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളെടുത്ത് നിർത്തിയത് മെത്തേഡ് സ്റ്റഡി വരായിരുന്നു. നമ്മളെടുത്ത് നിർത്തിയത് മെത്തേഡ് സ്റ്റഡി എന്താണെന്നുള്ളതും അതിൻ്റെ മെത്തേഡ് സ്റ്റഡി നടത്തുമ്പോൾ വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത് FW ടൈലറാണ്. അതായത് 1880s വരുന്ന സ്റ്റഡീസിൽ ആ സ്റ്റഡീസിൻ്റെ ആ ഒരു എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ടൈം സ്റ്റഡി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 20th സെഞ്ച്വറി ആയപ്പോഴത്തേന് ഫ്രാങ്കും ലിനൻ ഗിൽബർട്ടും കൂടി കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡായിട്ടുള്ള ടൈം ആൻഡ് മോഷൻ സ്റ്റഡി പിന്നെ ഇൻഡസ്ട്രിയിൽ അവർ എക്സാമിൻ ചെയ്തുകൊണ്ട് പല ഫിസിക്കൽ എൻവയോൺമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയും സ്റ്റെബിലിറ്റിയൊക്കെ അതിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടാണ് പിന്നീട് ഈ ഒരു ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറീനെ പണ്ടൊക്കെ ഫാക്ടറിയാണ് ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഫാക്ടറീസിൻ്റെ അവരെ മാനുഫാക്ചറിങ് അവരെ പ്രൊഡക്ഷൻ അവരെ ഓപ്പറേഷൻസൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു സ്റ്റഡി ആയിരുന്നു ടൈം ആൻഡ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിൽ ആദ്യ ഭാഗമായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ടൈം സ്റ്റഡി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള എത്ര ടൈം അവർക്ക് സെറ്റ് ചെയ്യേണ്ടി വരും, എത്ര സ്റ്റാൻഡേർഡ് ടൈം അവർക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള, അതായത് അവരെ വർക്ക് മെഷേഴ്സ് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുക. അവർ എത്ര വർക്ക് ചെയ്യാൻ എത്ര ടൈം അവരെടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബേസിക് ടൈം എത്ര വരുന്നു, എത്ര സ്റ്റാൻഡേർഡ് ടൈം അവർ യൂസ് ചെയ്യുന്നു എന്നുള്ള അതിനെക്കുറിച്ചുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തലാണ് ടൈം സ്റ്റഡിയിൽ വരുന്നത്. അപ്പോൾ ഈ ടൈം സ്റ്റഡീൻ്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുകയാണെങ്കിൽ ഒരു വർക്കിന് എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ടൈം ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ആ ഒരു സ്റ്റേറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് എത്ര ഡിഫൈൻഡ് റേറ്റ് ഓഫ് വർക്കിംഗ് എത്ര വരുന്നുണ്ട്, ഇത്ര സമയത്തുള്ളിൽ എത്ര വർക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടൈം സ്റ്റഡീനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ടൈം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിൻ്റെ വർക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യുക, അതിനൊരു സ്ട്രക്ചർഡ് പ്രോസസ്സിലേക്ക് ആക്കി കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പ് വാച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വർക്കറാക്കി മാറ്റുക, അല്ലെങ്കിൽ അയാളുടെ ലെവൽ ഓഫ് പെർഫോമൻസിനെ മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടൈം സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിനെ ചെറിയ ചെറിയ സ്മോൾ ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഈസി മെഷറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കോമ്പണൻസ് ആക്കി മാറ്റി എലമെൻറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ ഈ അനലൈസ് ചെയ്തതിന് ശേഷം ഈ കോമ്പണൻസിനെ നമ്മൾ മെഷർ ചെയ്യണം. എത്ര ടൈം എടുക്കും അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കലാണ് മെഷർമെൻറ്റ് പറയുന്നത്. മൂന്നാമത്താണ് സിന്തസിസ്. സിന്തസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പണൻസിനെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അത് ആ ഒരു കോമ്പണൻസിനെ മെഷർ ചെയ്യുമ്പം ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വർക്കിനെ ഡിവൈഡ് ചെയ്യണം, പിന്നെ നമ്മൾ ആ ഒരു കോമ്പണൻസ് എത്ര അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം, എത്ര സമയം വരുന്നുണ്ട് നോക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യുമ്പോൾ എത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് മെഷർമെൻറ്റ് നടക്കും. ഇങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ടൈം സ്റ്റഡിയിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ ഒരു ടൈം സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷൻസാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് വണ്ണാണ് ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണർ ഉണ്ടായിരിക്കണം. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ടൈം സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഒരു വ്യക്തി ഈ ഒരു വർക്ക് ഒരു ട്രെയിൻഡ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വേണം, ഒരു പേഴ്സൺ വേണം ഈ ഒരു വർക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാൾ ചെയ്യാനും ഒരാൾ നോക്കാനും. പിന്നെന്ത് ചെയ്യണം, ഈ വർക്ക് എന്താണോ അതിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് മെത്തേഡാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എഫക്റ്റീവായിട്ട്. അതിൻ്റെ ശേഷം ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്താണോ
അതിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ 4 രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യുന്നത് നോക്കാൻ ഒരാൾ, ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ, നാലാമത്തെ എങ്ങനെയായിരിക്കണം വർക്ക് കൃത്യമായിട്ട് എന്നുള്ളത് നോക്കണം. ഈ വർക്ക് കണ്ടീഷൻസ്, വർക്ക് ചെയ്യുന്ന സ്ഥലം, അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഈ 4 കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൈം സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു വർക്ക് സ്പെസിഫൈഡ് വർക്കിൻ്റെ ബേസിക് ടൈം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് അതിൻ്റെ ടൈം, എത്ര ടൈം, അതായത് ഈ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി അതിൻ്റെ ആക്ച്വൽ ടൈം, ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആക്ച്വൽ ടൈം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് യൂഷ്വലി പറയുന്നത് 20 മിനിറ്റ്സ് ആയിട്ടാണ്, അതായത് 0.01 മിനിറ്റ് അത്തരത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോപ്പ് വാച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റഡി ബോർഡോ യൂസ് ചെയ്തിട്ട്, നമ്മൾ സ്റ്റോപ്പ് വാച്ചൊക്കെ നമുക്കറിയാം നമ്മളെ ഫോണിലെല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ അതേപോലത്തെ സംഭവം വെച്ചിട്ട് നമുക്ക് എത്ര ടൈമിൻ്റെ ഉള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആകുന്നു എന്നുള്ള ആ ഒരു ടൈമിങ്ങിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അടുത്തതാണ് റേറ്റിംഗ്. റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ദ വേ ഹീ ഈസ് ഡൂയിങ് ദാറ്റ് വർക്ക്, എങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്, എത്ര ടൈം പീരീഡ് യൂസ് ചെയ്തിട്ടാണ്, എന്ത് ഡിഫറെൻറ്റ് മറ്റുള്ളവരെ സെയിം വർക്ക് തന്നെ, ഇപ്പോൾ ഒരു വർക്ക് എല്ലാവരും ചിലപ്പോൾ ഒരുപോലെ ആവണമെന്നില്ല, പലരും പല രീതിയിലായിരിക്കും, പക്ഷേ ഒരേ വർക്കായിരിക്കും. അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണെങ്കിൽ ആ വർക്ക് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഈ സ്പീഡിൻ്റെ മൂവ്മെൻറ്റ് എത്ര വരുന്നുണ്ട്, എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, എത്രത്തോളം കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എത്രത്തോളം ഡെസ്റ്റിസ്റ്റിയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ. ഇപ്പോൾ ഈ റേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ടൈമും സ്റ്റാൻഡേർഡ് ബേസിക് ടൈമും ഇത് തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ ഒരു അതായത് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പെർഫോമൻസ് ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കെയിലിനെ നമ്മൾ റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം 100 എടുക്കുന്നതെങ്കിൽ അതായിരിക്കും അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് എന്ന് സാധാരണ രീതിയിൽ എടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഇനി അടുത്തത് വരുന്നത് ഈ ടൈം സ്റ്റഡി നടത്തുന്ന സമയത്ത് എന്തൊക്കെ കോമ്പണൻസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ വരുന്ന കോമ്പണൻസ്, ഒരു ടൈം സ്റ്റഡി നോർമലി നടത്തുന്ന സമയത്ത് വരുന്ന ആദ്യത്തെ കോമ്പണൻ്റാണ് എലമെൻറ്റ്. എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ജോബിനെ കംപ്ലീറ്റ് ഒരൊറ്റ സ്ട്രെച്ചിൽ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ജോബിനെ വലിയൊരു ജോബിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെവറൽ പാർട്സ് ആക്കി മാറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ഓരോ എലമെൻറ്റിന് സെപ്പറേറ്റ് ടൈമും സെപ്പറേറ്റ് റേറ്റിങ്ങും കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ബേസിക് ടൈം. ഞാൻ കുറേ പ്രാവശ്യമായി ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നുണ്ട് ബേസിക് ടൈം. ബേസിക് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം തീരുമാനിക്കലാണ് ബേസിക് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒബ്സർവർ ഒരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 30 സെൻറ്റിമിനിറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു സെൻറ്റിമിനിറ്റ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. CM എന്നാണ് സെൻറ്റിമീറ്റർ പറയുന്നത് തന്നെ, സെൻറ്റിമിനിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അയാൾക്ക് അത് കുറച്ച് സ്ലോ ആണ് പെർഫോം ചെയ്യാനുള്ളതെന്ന് കൂട്ടും. അപ്പോൾ അയാളുടെ സ്റ്റാൻഡേർഡ് 100 ആണെങ്കിൽ അയാളെ റേറ്റ് ചെയ്യുന്നത് 95 ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബേസിക് ടൈം എന്ന് പറയുന്നത് 30ൽ 95% ആയിട്ടായിരിക്കും വരിക. അതല്ലെങ്കിൽ എത്രയായിരിക്കും, 28.5 ബേസിക് ടൈം. ആ ഒരു രീതിയിലായിരിക്കും അയാളെ നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യുക. കുറച്ച് സ്ലോ ആയിട്ടുള്ള ആളാണെങ്കിൽ 100 സ്റ്റാൻഡേർഡ് എടുത്ത അയാൾക്ക് 95 ടൈം വരേക്കും അയാൾക്ക് അത്രയും ടൈം വേണ്ടി വരും എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ 30 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 95 വരുമ്പം ഏകദേശം ഒരു 28.5 ബേസിക് ടൈം വരേക്കും അയാൾക്ക് വേണ്ടി വരും. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ടൈം ഇൻറ്റു റേറ്റിംഗ് ഡിവൈഡഡ് ബൈ 100 ആണ് നമ്മൾ ഈ ഒരു ബേസിക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. അപ്പം അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ എലമെൻ്റാണ് അലവൻസസ്. അലവൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം, ഈ ഒരു വർക്കിംഗ് കണ്ടീഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അലവൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അതായത് കുറച്ചുകൂടി കൂടുതൽ ടൈം നമ്മൾ കൊടുക്കുന്നതാണ് ഇതിനകത്ത് വരുന്ന അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലവൻസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് റിക്കവറി ഫ്രം ദ എഫേർട്ട് ഓഫ് ക്യാരിങ് ഔട്ട് സ്പെസിഫൈഡ് വർക്ക് അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക കണ്ടീഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് നമ്മൾ പേഴ്സണൽ നീഡ്സ്, നമ്മൾ സ്വകാര്യമായിട്ടുള്ള നീഡ്സിന് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് കണ്ടീഷൻ അഡ്വേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ വല്ല പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ അലവൻസ് കൊടുക്കുക. അതായത് നമ്മൾ പിന്നെ 9 മണിക്ക് തീരണം എന്ന് പറഞ്ഞിരുന്ന വർക്കിന് നമ്മൾ 10 മണി വരെ എന്നുള്ളൊരു റിലാക്സേഷൻ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അലവൻസിൽ ചെയ്യുന്നത്. ഇത് പിന്നെ വരുന്ന നാലാമത്തെ എലമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിനെയാണ് നമ്മൾ ബേസിക് ടൈം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ എലമെൻസും അപ്പോൾ ഒരു സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു ബേസിക് ടൈം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എല്ലാ എലമെൻറ്റ്സും എന്താവണമെന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് വരണം എന്നില്ല. അപ്പം ചിലപ്പോൾ ഒരു കേസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വർക്ക് ഒരു 8 സൈക്കിൾ കഴിയുമ്പോൾ ഒരു വർക്ക് വരും. അപ്പോൾ എന്താ ഈ 1/8 അങ്ങനെ. അതായത് ഒരു സംഭവം എത്ര ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഒരേ സംഭവം എത്ര സൈക്കിൾ കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഇതിനകത്ത് വരുന്ന ഫ്രീക്വൻസി. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് ബേസിക് ടൈം പ്ലസ് അലവൻസ്. ബേസിക് ടൈം നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു. ആക്ച്വൽ ടൈം ഇൻറ്റു റേറ്റിംഗ് ഡിവൈഡഡ് ബൈ 100 ആണ് ബേസിക് ടൈം എന്ന് പറയുന്നത്. അലവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എത്രയാണ് നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കുന്നത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ആക്കി പറയുന്നത്. ഇപ്പം ടൈം സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡ് ടൈം. അതാണ് ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ ഒരു കൺക്ലൂഷനാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീന് ഒരാൾക്ക് എത്ര അക്സെപ്റ്റിംഗ് ലിമിറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ടൈമിംഗ് എറേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് അതിനെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ മെക്കാനിക്കൽ സ്റ്റോപ്പ് വാച്ചോ അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് നമ്മൾ ഈ ഒരു വെറൈറ്റി ഓഫ് വർക്ക്സ് ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ആവുന്നുണ്ട് എന്നുള്ളതും, എത്രയാണ് അതിൻ്റെ ആക്യുറേസി എത്രയെന്നുള്ളത് നമുക്കത് അറിയാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടൈം സ്റ്റഡി കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ബേസിക് ടൈം, ഓരോ എലമെൻറ്റ്സിലും എത്ര ബേസിക് ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുക. അതിൻ്റെ കൂടെ നമ്മൾ അലവൻസ് ആഡ് ചെയ്ത് ചെയ്യുകയാണ് നമ്മൾ സാധാരണ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡീൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടൈം സ്റ്റഡിയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മോഷൻ സ്റ്റഡി. അപ്പോൾ ടൈം സ്റ്റഡീൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് ഇനി ടൈം സ്റ്റഡീൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾക്ക് അത് കൃത്യമായിട്ട് നമുക്ക് എംപ്ലോയീസിന് കൊടുക്കാനുള്ള വേജസും ബോണസും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ടൈം സ്റ്റഡി നടത്തുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഒരാൾക്ക് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാനും, ഒരു വർക്കറുടെ പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും ആ വർക്കർ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒരു ലേബർ കൃത്യമായിട്ട് ലേബറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ആക്സസ് ചെയ്യണം. അത് ബിക്കോസ് നമുക്ക് കൃത്യമായിട്ട് ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അറ്റൻഷൻ ടു ദ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയൽ ടൈം എത്രയാണ്, മെന്നും മെഷീൻസിനൊക്കെ നമുക്ക് എത്ര ടൈം വേണ്ടി വരും എന്നുള്ളതും, അല്ലെങ്കിൽ അധികം സ്റ്റാൻഡേർഡ് ടൈമിനേക്കാൾ കൂടുതൽ ടൈം വേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. നമുക്കിപ്പോൾ എന്തെങ്കിലും മെഷീൻസിന് പ്രോബ്ലം അല്ലെങ്കിൽ മെറ്റീരിയൽസിനോ മെന്നോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്, നമുക്ക് ലേബർ കോസ്റ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളതും അത് അതിനനുസരിച്ചിട്ട് ആ സ്റ്റഡീസിനനുസരിച്ച് നമുക്ക് ലേബർ കോസ്റ്റ് ഫിക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി നമുക്ക് പ്രോപ്പർ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും പ്രൊഡക്ഷനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും, കോസ്റ്റും പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടൈം സ്റ്റഡിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ.